എല്ലാവർക്കും നമസ്കാരം. സ്നേഹമുള്ളവരെ, ഇന്ന് ഒക്ടോബർ 17 ശനിയാഴ്ച സെന്റ് തോമസ് CGS കാഞ്ഞാണിയുടെ 2020-21 വർഷത്തെ ബാലകലോത്സവം ഇവിടെ അരങ്ങേറുകയാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷൻ വഹിക്കുന്നത് ബഹുമാന്യനായ മാനേജർ റവറൻഡ് ഫാദർ ടോണി തോമസ് കാക്കശ്ശേരിയാണ്. ഈ പരിപാടിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നത് മണലൂർ MLA ശ്രീ മുരളി പെരുന്നെല്ലി അവറുകളാണ്. പരിപാടിക്ക് മുഖ്യപ്രഭാഷണം നൽകുന്നത് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിജി ശശിയാണ്. സ്വാഗതം പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥിയും വാർഡ് മെമ്പറുമായ ജനാർദ്ദനൻ മണ്ണുമ്മൽ, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷീജ ദിനേശൻ, PTA പ്രസിഡന്റ് ഫ്രാൻസിസ് CV, ഒപ്പം തന്നെ സ്കൂൾ അഡ്വൈസറി ബോർഡ് അംഗം ഫ്രാൻസിസ് KA, അന്ന മരിയ കോൺവെന്റ് മദർ സിസ്റ്റർ ലൈസ കുര്യാക്കോസ് എന്നിവരാണ്. ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി, ഈ പരിപാടിയുടെ കൺവീനറും കൂടിയായ ശ്രീമതി ജിസ്മി CJ ടീച്ചറാണ്. ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളെയും, ഇവരെ തയ്യാറാക്കിയ അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല വിദ്യാഭ്യാസത്തിന് ഇന്ന് പഠനം മാത്രം പോരാ. അതുകൊണ്ട് ഓരോ കുട്ടികളുടെയും കലാവാസനകളെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഓരോ ബാലകലോത്സവവും നമുക്കറിയാം അതിനുള്ള വേദികളാണ്. അതുകൊണ്ട് തന്നെയാണ് സെന്റ് തോമസ് CGS കാഞ്ഞാണി ഈ വർഷം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തിരിക്കുന്നത്. കുട്ടികളിലുള്ള സർഗവാസനകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും അവരിലുള്ള കഴിവുകളെ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നതിനുമുള്ള ഒരു അവസരം ഒരുക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓരോ ബാലകലോത്സവവും സമ്മാനങ്ങൾ നേടുന്നതിനുള്ള വേദികൾ മാത്രമല്ല, ഓരോ ബാലകലോത്സവവും കുട്ടിക്ക് തന്നെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നതിനും, അതുപോലെ തന്നെ ഓരോ കലയും കുട്ടിയെ നവീകരിക്കുന്നതിനും ഉള്ള മാർഗങ്ങളാണ്. ഇവ മനസ്സിലാക്കി എല്ലാ കുഞ്ഞുമക്കളും ഈ പരിപാടിയിൽ പൂർണ്ണമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓരോ പരിപാടിയുടെ വിജയം കുട്ടികളുടെയും മാതാപിതാക്കളുടെയും സഹകരണമാണ്. എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും സഹകരണം ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ടും ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സ്നേഹമുള്ളവരെ, ഇന്നു മുതൽ നമ്മുടെ സ്കൂളിൻ്റെ ബാലകലോത്സവം ആരംഭിക്കുകയാണല്ലോ. ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് സമഗ്ര വികസനമാണ് ഒരു വ്യക്തിയുടേത്. നമ്മുടെ ബുദ്ധിപരമായ വികസനം മാത്രമല്ല, അത് കലാപരമായ സൃഷ്ടിപരമായ വികസനമാണ് ഈ ബാലകലോത്സവത്തോടെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുക. ഈ കോവിഡ് കാലഘട്ടത്ത് വീടും മുറ്റത്തും വീടുതിലുമായതുകൊണ്ട് നമ്മൾ ഈ ഓൺലൈൻ ബാലകലോത്സവം നടത്തുമ്പോൾ എല്ലാ മക്കളുടെയും നല്ല ഒരു പെർഫോമൻസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ ഓൺലൈൻ ബാലകലോത്സവം ഏറെ ആകർഷകമായ വിധത്തിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. എത്രയോ സ്നേഹം ബഹുമാനപ്പെട്ട നമ്മുടെ മുരളി പെരുന്നെല്ലി MLA നമ്മുടെ സ്കൂളിൻ്റെ വികസനത്തിനും ഉന്നമനത്തിനും വേണ്ടി എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ കിച്ചണിൻ്റെ പുതിയ നിർമ്മാണത്തിനായിട്ട് അദ്ദേഹം അനുവദിച്ചെന്ന വലിയ ഫണ്ട് നമ്മളേറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. നമ്മൾ വളരെ നന്ദിയോടുകൂടെ സ്കൂളിൻ്റെ ഈ സംരംഭത്തിൽ നമ്മളെ സഹായിച്ച മുരളി പെരുന്നെല്ലിക്ക് നന്ദിയോട്
നന്ദിയോടെ ഓർക്കുകയാണ്. സ്നേഹമുള്ള ബഹുമാനപ്പെട്ട മണലൂർ MLA ശ്രീ മുരളി പെരുന്നെല്ലി, നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിജി ശശി, നമ്മുടെ സ്കൂളിൽ നിൽക്കുന്ന 6ാം വാർഡ് മെമ്പറും വിദ്യാഭ്യാസ ക്ഷേമകാര്യ കമ്മിറ്റി പ്രസിഡന്റുമായ ശ്രീമതി ഷീജ ദിനേശൻ, നമ്മുടെ 5ാം വാർഡ് മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ ജനാർദ്ദൻ മണ്ണുമ്മൽ, നമ്മുടെ സ്കൂളിൻ്റെ അഡ്വൈസറി ബോർഡ് അംഗവും അതുപോലെ തന്നെ മുൻ റിട്ടയർഡ് തഹസീൽദാറും നമ്മുടെ മുൻ പൂർവ്വ വിദ്യാർത്ഥിയുമായിട്ടുള്ള കുന്നംകുളത്ത് ഫ്രാൻസിസ് സാറ്, നമ്മുടെ PTA പ്രസിഡന്റും പള്ളിയുടെ ട്രസ്റ്റി അംഗവുമായ CV ഫ്രാൻസിസ്, നമ്മുടെ കാഞ്ഞാണിയിൽ ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ മദർ സുപ്പീരിയർ സിസ്റ്റർ ലൈസ കുര്യാക്കോസ്, നമ്മുടെ സ്കൂളിൻ്റെ എല്ലാമായ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസാൻ്റെ മാഷ്, സ്നേഹമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, ഏറെ സ്നേഹത്തോടെയാണ് നമ്മൾ ഈ ബാലകലോത്സവം ആരംഭിക്കുന്നത്. നമ്മുടെ കുഞ്ഞുമക്കളുടെ എല്ലാവിധ പരിശ്രമങ്ങളും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാത്തിനും ഇതിനു വേണ്ടി ഒരുക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുമക്കളുടെ കഴിവുകൾ ദൈവാനുഗ്രഹത്തോടുകൂടെ ആയിരിക്കുവാൻ, ഇത് നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി കാരണമായി മാറുവാൻ, ബുദ്ധിപരമായ വളർച്ച മാത്രമല്ല മറിച്ച് സാമൂഹികമായി നന്മ ചെയ്യുവാനുള്ള സൃഷ്ടികരമായ നമ്മുടെ പ്രവർത്തനമായി മാറുവാൻ എല്ലാവിധ വിജയാശംസ നേരുന്നു. പ്രത്യേകമായി ഈ ബാലകലോത്സവത്തിലെ അധ്യക്ഷനായതുകൊണ്ട് ഇതിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും വിജയങ്ങളും ആശംസ അർപ്പിക്കുന്നു. ഇതിനുവേണ്ടി നേതൃത്വം നൽകുന്ന ജോസാന മാഷിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ അധ്യാപകർക്കും, ഇതിൻ്റെ അണിയറയിലും മുന്നണിയിലും വന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, അതിനായി അധ്വാനിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടികളുടെ കലാകായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കാനും പ്രതിഭകളെ കണ്ടെത്താനും സഹായിക്കുന്ന സ്കൂൾ ബാലകലോത്സവം ഇന്ന് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ കാഞ്ഞാണി സെൻറ് തോമസ് CGS LP സ്കൂളിൽ ഓൺലൈനായി സംഘടിപ്പിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ വിജയാശംസകളും നന്മകളും നേരുകയാണ്. പൂർണ്ണമായി കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികളും മറ്റെല്ലാവരും തയ്യാറാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്തിലെ സെൻറ് തോമസ് LP സ്കൂള് 12 സ്കൂളുകളിൽ വെച്ച് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്ന ഒരു സ്കൂളാണ്. ഭൗതിക സാഹചര്യങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അവിടുത്തെ അധ്യാപകരും മാനേജ്മെൻറ്റ് കമ്മിറ്റിയും എല്ലാവരും തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നതിനും കൂടുതൽ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മാതൃകാപരമായി ഏറ്റെടുത്ത് നടത്താറുണ്ട്. ബാലകലോത്സവം നടക്കുന്നത് പരിപാടി വരികയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്കും അത് നടത്തുന്ന അധ്യാപകർക്കും എല്ലാവർക്കും മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല അഭിനന്ദനം അർപ്പിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ രീതി പാടെ മാറ്റിക്കൊണ്ടാണ് ഈ സർക്കാർ ഭരണം മുന്നോട്ട് വെച്ചത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയങ്ങളുടെ മട്ടും ഭാവവും ഭൗതിക സാഹചര്യവും എല്ലാം മാറിക്കഴിഞ്ഞു. സ്വകാര്യ മേഖലയിലെ മാനേജ്മെൻറ്റ് സ്കൂളുകളെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചിട്ടയായിട്ടുള്ള പാഠ്യപദ്ധതികളുമായിട്ടാണ് സർക്കാർ വിദ്യാഭ്യാസ രീതിയെ മാറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ അവരുടെ കാലത്തിൻ്റെ മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിലേക്ക് തങ്ങളുടെ കുട്ടികളെ ചേർക്കാനുള്ള മാനസികമായ തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ അങ്ങനെ ആക്കി തീർക്കുന്നതിന് വേണ്ടി ഈ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി മുന്നോട്ട് വെച്ചതിൻ്റെ ഭാഗമായി
സർക്കാരിന് ഒരുപാട് നേട്ടം കൊയ്യാനായിട്ട് ഇതുവഴി സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയങ്ങളിൽ എത്തുമ്പോഴാണ് കുട്ടികൾ ചിലപ്പോൾ ഒട്ടുമിക്ക കുട്ടികളുടെ സർഗവാസനകൾ പുറത്തു വരിക. അവർ വീടുകളിൽ ചിലപ്പോൾ പാടുകയോ ചിത്രം വരയ്ക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ആ കുട്ടി ഒരു പക്ഷേ ക്ലാസ്സിലെത്തുമ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ സമയമാകുമ്പോൾ അവർ അവരുടെ കഴിവുകളും കലാവാസനകളും പുറത്തെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അവരുടെ ആ കഴിവിനെ വളർത്തിയെടുക്കാനായിട്ട് അധ്യാപകർ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള വേദിയാണ് ബാലകലോത്സവം നടത്തുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരമൊരു രീതി, ഇത്തരമൊരു പ്രവർത്തനം ഏറ്റെടുത്ത അധ്യാപകരെയും അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയെയും അഭിനന്ദിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ളൊരു അവസരമാണ്. അവരുടെ രക്ഷിതാക്കൾ അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. നമുക്കറിയാം, ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. COVID-19 ഭാഗമായി ഇന്നെല്ലാവരും വീടുകളിൽ തന്നെ ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ട്യൂഷന് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കൃത്യമായി സർക്കാർ അത് ഇടപെട്ടുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ബാലകലോത്സവം വരുമ്പോൾ കുട്ടികൾക്ക് അവർക്ക് ഒന്ന് എന്താ പറയുക, അതിൽ നിന്നൊരു മോചനം നേടിക്കൊണ്ട്, അല്ലെങ്കിൽ മുഷിഞ്ഞ ഒരു ജീവിതം, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂമ്പാറ്റകളെ പോലെ പറന്ന് കിടന്നിരുന്ന കുട്ടികളെ കൂട്ടിലടച്ച പോലെയാണ് വീടുകളിൽ ഇരുത്തിയിരിക്കുന്നത്. അതിൽ നിന്നും കുറച്ച് നേരത്തേക്കെങ്കിലും അവർക്കൊരു മോചനം കൊടുത്തുകൊണ്ട് ഒന്ന് കളിക്കാനും ചിരിക്കാനും ഉല്ലസിക്കാനുള്ളൊരു വേദിയാകട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. വിദ്യാഭ്യാസ രീതിയെ മാറ്റുന്ന അതിൻ്റെ ഭാഗമായി, അതിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി LP സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണത്തിൻ്റെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കുട്ടികളുടെ അഡ്മിഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള സഹായങ്ങളുണ്ട്. എല്ലാ സഹായങ്ങളും ചേർത്തിണക്കിക്കൊണ്ട് കളിയും ചിരിയുമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഏറ്റെടുത്തിട്ടുള്ള ബാലകലോത്സവം എന്ന് പറയുന്ന പരിപാടി ഏറ്റവും മികവുറ്റതാകട്ടെ, അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താണ്. ഇത് ഏറ്റെടുത്ത മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കും അധ്യാപകർക്കും HM ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പഞ്ചായത്തിൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. BRC പറയുന്ന എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടുകൂടി ഏറ്റവും ആദ്യം ചെയ്തു തീർക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ സെൻറ് തോമസ് LP സ്കൂള്. അവിടുത്തെ അധ്യാപകർക്ക് അതിനുള്ള സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും സ്നേഹവും ആശംസയും അർപ്പിക്കാനായിട്ട് ഈ വേദി ഞാൻ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ എല്ലാ മക്കൾക്കും ഈ ബാലകലോത്സവത്തിൽ നല്ല സന്തോഷവും സ്നേഹത്തോടും കൂടിയുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എത്രയും പ്രിയപ്പെട്ട എൻ്റെ ബാല്യകാല സ്കൂളായ സെൻറ് തോമസ് CGS LP സ്കൂൾ, അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാക്കി തന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ തിരുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇന്നും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ഇന്നും ഞാൻ സ്മരിക്കുമ്പോൾ ഇവിടെ ഈ മാനേജ്മെൻറ്റ് ഈ സ്കൂളിനെ സാന്നിധ്യം വഹിക്കുന്ന നമ്മുടെ സബ്ജ സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള ഇപ്പോഴത്തെ ടോണി തോമസ് അവറുകൾ, അതേപോലെ തന്നെ ഈ സ്കൂളിൻ്റെ HM ആയി പ്രവർത്തിക്കുന്ന ജോസ് മാസ്റ്റർ, അതോടൊപ്പം തന്നെ അവരോട് താങ്ങുന്നതായി പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ ടീച്ചേഴ്സ്, ഇവരുടെയൊക്കെ പുതുമയാർന്ന ആ പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ കൂടി ഈ സ്കൂളിനെ ഈ ഗ്രാമത്തിൻ്റെ വർണ്ണഭംഗിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ആകർഷകമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോൾ ഇന്നലെയിലുണ്ടായിരുന്ന മാറ്റം, ഇന്നുണ്ടായ അനുഭവങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2018 മുതൽ 2020 വരെയുള്ള ആ കാലയളവിലുള്ള സംഭവ വികാസങ്ങൾ, പ്രളയം, അതേപോലെ ഓക്കി, അതേപോലെ നിപ്പോ, അതേപോലെ തന്നെ COVID-19 എന്നീ തുടങ്ങിയിട്ടുള്ള ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ കാതലായി
സ്നേഹത്തോടുകൂടി അതിനെ വരവേറ്റുകൊണ്ട് നല്ല ഉൾക്കാഴ്ചയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ സ്കൂളിൻ്റെ മാനേജർക്കും അതേപോലെ അവിടുത്തെ അധ്യാപകർക്കും പ്രത്യേകിച്ച് HM-ന് ജോസ് മാഷക്കും കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ഇന്ന് ഉറങ്ങിക്കിടക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ആ ഇരുട്ടിൽ നിന്നും വെളിച്ചം പകർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ, നമ്മുടെ മക്കളിലേക്ക് അവർക്ക് ആവേശമുണർത്തുന്ന രീതിയിലുള്ള സർഗവാസനകൾ ഉണർത്തുന്നതിൻ്റെ പരിപാടിയിലേക്ക് ഇത് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഈ സ്കൂള് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സർഗോത്സവം എന്ന് പറയുന്ന ബാലകലോത്സവത്തിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഇതിൻ്റെ മികവ് എല്ലാ ഇതിലേക്കും പ്രകാശമർപ്പിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഓൺലൈൻ ബാലകലോത്സവം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA മുരളിയേട്ടൻ, അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ മാനേജർ HM ടോണി കാക്കശ്ശേരി അവർ, പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ആരാധ്യയായ പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി ശശി, സ്കൂളിൻ്റെ HM ജോസ് ആൻഡ, പ്രിയമുള്ളവരെ, COVID-19 സാഹചര്യത്തിൽ ഇതുപോലെയുള്ള എല്ലാ പരിപാടികളും ഓൺലൈൻ സംവിധാനമാണ് നടന്നു വരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ രീതി തന്നെ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത്. നമുക്ക് COVID-19 മഹാമാരി മാറി പഴയതുപോലെ ആവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാലകലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ബഹുമാനപ്പെട്ട സെൻറ് തോമസ് CGS മാനേജരും നമ്മുടെ ഈ ഓൺലൈൻ ബാലകലോത്സവത്തിൻ്റെ ഉദ്ഘാടകനുമായ ഫാദർ ടോണി തോമസ് കാക്കശ്ശേരി, ഹെഡ് മാസ്റ്റർ ജോസ് ആൻഡ സാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അധ്യാപകരെ, പ്രിയ രക്ഷിതാക്കളെ, എനിക്ക് ഏറ്റവും പ്രിയമുള്ള കുട്ടികളെ, 2020 അധ്യയന വർഷത്തിലെ പുതിയ പഠന രീതിയിൽ ടീച്ചർമാരെ കാണാതെ അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ നിങ്ങളെല്ലാവരും പഠിച്ചു വരികയാണല്ലോ. കൂട്ടുകാരെയൊന്നും കാണാതെ വീടിനുള്ളിൽ കൂട്ടിലിട്ട പക്ഷിയെ പോലെ കഴിഞ്ഞുകൂടുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ബാലകലോത്സവം തികച്ചും ഉന്മേഷമേകുന്നതാണ്. ഈ ബാലകലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും, അവരെ ഒരുക്കുന്ന മാതാപിതാക്കൾക്കും, എല്ലാത്തിനും നേതൃത്വം നൽകുന്ന ഹെഡ് മാസ്റ്റർക്കും, സിസ്റ്റേഴ്സിനും, ടീച്ചേഴ്സിനും, സ്കൂൾ PTA പേരിലും കാഞ്ഞാണി സെൻറ് തോമസ് ചർച്ചിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു. കാഞ്ഞാണി സെൻറ് തോമസ് CGLP സ്കൂളിൻ്റെ 2020-21 അധ്യയന വർഷത്തിലെ ബാലകലോത്സവം 17-ാം തീയതി ശനിയാഴ്ച ഇവിടെ നടക്കാൻ പോവുകയാണ്. പഠിപ്പിനോടൊപ്പം കുട്ടികളുടെ കലാപരമായ വാസനകളെയും കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവസരമാണ് ഇത്തരം കലോത്സവങ്ങൾ. നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പരിപാടിക്ക് സ്കൂൾ അഡ്വൈസറി കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, നമസ്കാരം. കുറുമ്പ് കാണിക്കാനും സ്കൂൾ മുറ്റത്ത് ഓടിക്കളിക്കാനും സാധിക്കാത്ത ഈ കൊറോണ കാലഘട്ടത്തിൽ ബാലകലോത്സവം മാനസിക ഉല്ലാസത്തിന് ഏറെ ഉപകാരപ്രദമാണ്. നമുക്ക് ക്ലാസ് മുറി തരുന്ന അനുഭവമെല്ലാം ഓൺലൈൻ വിദ്യാഭ്യാസം എന്നറിയാം. എന്നിരുന്നാലും പ്രിയ കുട്ടികളെ, നിങ്ങളുടെ സർഗവാസനയെ വളർത്തിയെടുക്കാനാണ് ഈ ബാലകലോത്സവം നടത്തപ്പെടുന്നത്. ഈ സന്തോഷ ദിനത്തിന്റെ എല്ലാ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മണലൂർ MLA ശ്രീ മുരളി പെരുന്നള്ളി സർ, നമ്മുടെ സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ടോണി തോമസ് കാക്കശ്ശേരി, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിജി ശശി, മണലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷീജ ദിനേശൻ, വാർഡ് മെമ്പർ ശ്രീ ജനാർദ്ദൻ മണ്ണുമൽ സർ, സ്കൂൾ അഡ്വൈസറി ബോർഡ് അംഗം ശ്രീ KA ഫ്രാൻസിസ് സർ, PTA പ്രസിഡന്റ് ശ്രീ CV ഫ്രാൻസിസ് സർ, അന്ന മരിയ കോൺവെന്റ് മദർ സിസ്റ്റർ ലൈസ കുര്യാക്കോസ്, നമ്മുടെ പ്രിയപ്പെട്ട HM
ശ്രീ ജോസാൻഡോസ് സർ, മനസ്സുകൊണ്ട് ഇപ്പോൾ നാം എല്ലാവരും ഈ ഉദ്യമത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ്. 21-ാം നൂറ്റാണ്ടിന്റെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നാം ഇപ്പോൾ COVID-19 എന്ന ആ മഹാമാരിക്കെതിരെ ശക്തമായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗവും ഒട്ടും പുറകോട്ടല്ലാതെ തന്നെ ഓൺലൈൻ പഠനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, സാംസ്കാരിക, വൈജ്ഞാനിക, കലാകായിക രംഗങ്ങളിലെല്ലാം തന്നെ നാം കുട്ടികളുടെ ഉന്നതി ലക്ഷ്യമാക്കേണ്ടതുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബാലകലോത്സവം 2020-2021 എന്ന പേരില് ഈ ഒരു പരിപാടി നമ്മൾ നടത്തുന്നത്. ഒരു തരത്തിൽ ഇത് കുട്ടികളുടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, അവരനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സഹായകമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി ഞാനെന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇത്തരമൊരു സന്ദർഭത്തിലും നമ്മുടെ ആവശ്യം നിരാകരിക്കാതെ നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ അഭ്യുതകാംക്ഷ കൂടിയായിട്ടുള്ള ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട മണലൂർ MLA ശ്രീ മുരളി പെരുന്നള്ളി സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥന ആശംസകളോടെ നമ്മുടെ കൂടെ നടക്കുന്ന ഈ വിദ്യാലയത്തിന്റെ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ടോണി തോമസ് കാക്കശ്ശേരി ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊള്ളട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയും നമ്മുടെ ഓരോ കാൽവെപ്പിലും നമുക്ക് വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിജി ശശിക്കും, അതുപോലെ തന്നെ മണലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷീജ ദിനേശനും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ആശംസയർപ്പിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ ജനാർദ്ദനൻ മണ്ണുമൽ സർ, നമ്മുടെ കൈത്താങ്ങായി നിൽക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ CV ഫ്രാൻസിസ് സർ, സ്കൂൾ അഡ്വൈസറി ബോർഡ് അംഗം ശ്രീ KA ഫ്രാൻസിസ് സർ, നമ്മുടെ അന്ന മരിയ കോൺവെന്റിലെ മദറും ഒരമ്മയെ പോലെ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ലൈസ കുര്യാക്കോസിനും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈ പരിപാടിക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ HM ശ്രീ CV ജോസാൻഡോസ് സാറിനും ക്ലാസ് അടിസ്ഥാനത്തിൽ ഇതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ അധ്യാപകർക്കും ഇതിനുവേണ്ടി അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു പരിപാടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ എത്രയും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും, അതുപോലെ തന്നെ ഈ മത്സരത്തിൽ ഒട്ടും പുറകിലോട്ടല്ലാതെ തന്നെ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന, മത്സരിക്കാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾക്കും ഏവർക്കും നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ഈ കുഞ്ഞുമക്കൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ മത്സരങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.